ഹലോ സുഹൃത്തുക്കളെ, ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ വെറൈറ്റിയാണ്. ഈ റെസിപ്പിക്ക് ഊരും നാളും പേരും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കണ്ടിട്ട് എന്ത് ഊരും നാളും പേര് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറേ വളവളാന്നൊന്നും പറയുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ കഥാപ്രസംഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു നല്ലൊരു ഗ്ലാസ് ആണ് കേട്ടോ. ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഗ്ലാസ്, വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അളവിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 3/4 ഗ്ലാസ് അളവിൽ തേങ്ങ ഇടുമ്പോൾ നമ്മൾ നെഞ്ച് പൊടിയണം, കാരണം തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ആ 3/4 ഗ്ലാസ് അളവിൽ തേങ്ങ ഇട്ട് കൊടുത്ത് 3 അല്ലി ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. നമുക്ക് ദോശയുടെയൊക്കെ ആ ബാറ്ററിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. വെള്ളം കൂടി പോകരുത്. ആദ്യം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ എല്ലാം കൂടെ ഒഴിച്ചിട്ട് അവസാനം പാളിപ്പോയിട്ട് എന്നെ നിങ്ങൾ പറയരുത്, ദൈവത്തെ ആലോചിച്ച് എന്നെ പറയരുത്. അതിനുശേഷം നമ്മുടെ ബാറ്റർ അവിടെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ആ ബാറ്ററിനകത്ത് കുറച്ച് ഫില്ലിങ് വേണം. അതിന് ഒരു കൈപ്പിടി അളവിൽ അവിലെടുക്കുക, അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിൽ തേങ്ങ എടുക്കുക. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഞ്ചസാര ഇടാം. ഞാനിവിടെ അറഞ്ചം ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തീയൊക്കെ കത്തിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാടൊന്നും വരട്ടി എടുക്കണമെന്ന കാര്യമില്ല. നമ്മുടെ ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞിങ്ങനെ വരുന്നതാണ്. ഇപ്പം കണ്ടോ, ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് അലിയുന്ന ഒരു സാധനം കാണുന്നുണ്ടല്ലോ, അത് തന്നെ. ഇത്രയും മതി, ഈ ഒരു പരുവം മാത്രം മതി. പിന്നെ നമ്മളിത് ആവിയിലിട്ടൊക്കെ വേവിക്കുന്നതുകൊണ്ട് ഇത് അതിനകത്ത് തന്നെ ബാക്കിയൊക്കെ കുക്കാവും. ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേണ്ടുന്നത് ഒരു നല്ല വൃത്തിയുള്ളൊരു ചീനച്ചട്ടി എടുത്തേക്ക് അതിനകത്ത് ഒരു തിരുവ വയ്ക്കുക. തിരുവ വെച്ച് 10 മിനിറ്റിന് മുമ്പേ തന്നെ നേരത്തെ നമ്മൾ അവൻ സെറ്റപ്പാണ് കേട്ടോ ഇത്, പ്രീ ഹീറ്റ് ചെയ്യുക. എൻ്റെ അവനാണിത്. നിങ്ങളുടെ അവൻ കയ്യിലുണ്ടെങ്കിൽ അവനകത്ത് വെക്കാം, അതല്ലെങ്കിൽ ഇഡലി കുട്ടത്തിൽ വെള്ളം ഒഴിച്ച് ആവിയേറ്റി എടുത്താലും മതി. അപ്പോൾ എൻ്റെ ഇഡലി കുട്ടകത്തിനകത്തൊന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലം ഞാനിങ്ങനെ ചെയ്യുന്നു. എന്നിട്ടൊരു പാത്രം എടുക്കുക. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും വേണ്ടെന്നേ, നമ്മുടെ കയ്യിലുള്ള സാധാ സ്റ്റീൽ പാത്രം മതി. അതിനകത്ത് കുറച്ച് എണ്ണയും തൂവിയിട്ട് കുറച്ച് നമ്മുടെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് മൊത്തം നമ്മുടെ ആ ഒരു തേങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും പിന്നെ നമ്മൾ ചേർത്ത് അവലെ നിറച്ച സംഭവം എല്ലാം കൂടെ ചേർത്തും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2-3 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ടപ്പോഴത്തേക്ക് അത് മുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് 3 എണ്ണത്തിൽ ഞാനങ്ങ് നിർത്തി. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് നമ്മൾ 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്താൽ വെച്ചല്ലോ, ലോ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതങ്ങ് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മൂടി തുറന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പപ്പടം കുത്തി വെച്ച് കുത്തി നോക്കണം. എന്നാലല്ലേ നമുക്കിത് വെന്തമില്ലെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ കുത്തി നോക്കിയിട്ട് വെന്തില്ല എങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വരയ്ക്കണം കേട്ടോ. 5 വരയ്ക്കണം അല്ല, വെക്കണം. അപ്പം നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ തണുക്കാൻ വൈകുന്നേരം വരെ വെച്ചിരുന്നത് കൊണ്ടാണ് ഇവിടെ മേളിലൊക്കെ വിണ്ട് കീറിയത്. പക്ഷേ വിണ്ട് കീറിയെന്നും പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല. ലുക്കിലല്ലല്ലോ സാറേ കാര്യം, വർക്കിലാണല്ലോ. നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്തിനാ ടേസ്റ്റ് എന്ന് പറയും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.